രാഹുൽ, കാലിക്കറ്റ് സർവകലാശാലയിൽ മിക്കവാറും വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം വിദഗ്ധ സമിതി അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസ് അത് അംഗീകരിക്കുന്നില്ല. വേടന്റെ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തർക്കം തുടരുകയാണ്. താങ്കൾ എന്തായാലും വേടന്റെ പാട്ട് പഠിപ്പിക്കണം എന്ന നിലപാടിലുള്ള ആളാണല്ലോ അല്ലേ? മഞ്ജുഷി, 2-3 കാര്യങ്ങൾ നമുക്ക് സത്യസന്ധമായിട്ട് ഇതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാം. വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം ദളിത് മുസ്ലിം അലയൻസ് എന്നുള്ള രാഷ്ട്രീയമാണ്. അത് ശരിയാകാം, തെറ്റാകാം. വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആത്മാംശം അതാണ്. അതായത് ദളിത് എന്ന് പറയുന്ന വിഭാഗവും മുസ്ലിം എന്ന വിഭാഗവും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാകുക. നമ്മുടെ ഇടതുപക്ഷം അതിനെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടി ദളിത് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ഇടത് അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അതിന്റെ പച്ച പരമാർത്ഥം. നേരത്തെ ശ്രീജിത് ഭായ് പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. ഈ ലൈൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ച്, ഇസ്ലാമിക് അല്ല ഇസ്ലാമിസ്റ്റ് തീവ്രതയെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നില്ല. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ പോലും വിമർശിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മറ്റൊരു കാര്യം. ചൈന നിൻ ചെങ്കൊടി താഴെ നമ്മുടെ ഖുറാൻ എരിഞ്ഞു എന്ന് പറയുന്നതിന്റെ സാധനം വളരെ പ്രകോപനപരമാണ്. പക്ഷേ അതുപോലും പഠിക്കട്ടെ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നത് അവരുടെ ആശയപരമായ മാനസിക വികാസം കൊണ്ടോ ഓപ്പൺനെസ് കൊണ്ടോ അല്ല. പകരം വേടൻ ഒരു ഉയർന്നു വരുന്ന ദളിത് സമൂഹത്തിലെ ബിംബമായതുകൊണ്ട് ദളിത് മുസ്ലിം സ്വത്വ രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റണം എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ്. അവിടെയാണ് 2-3 വരികൾ. ഇപ്പൊ എന്റെ 2-3 വരികൾ പ്രകോപനപരമാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രകോപനപരമാണെന്ന് തന്നെ പറയാം. ഉദാഹരണം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സ്ഥലമുണ്ട്. ആ ബുദ്ധനെ ആസിഫൈൻ അരയെടുക്കാൻ ഭഗവാൻ പോലും കാവലിരുന്നു. ആസിഫയുടെ വിഷയം വളരെ സീരിയസ് ആണ്. ആസിഫയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകരമായ വിഷയമാണ്. അതായത് ആ ഭാഗത്തെ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് അവിടുത്തെ ഒരു 7-8 വയസ്സുകാരിയായ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന, ഒരുപക്ഷെ ഒരിക്കലും ഇന്ത്യക്ക് മറക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത വലിയ തെറ്റ് തന്നെയാണ്, സംശയമില്ല. വേണമെങ്കിൽ ഈ വരികളുടെ ഓരോ അർത്ഥമെടുത്ത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതിൽ ഇസ്ലാമിസ്റ്റ് തീവ്രത ഇല്ല എന്ന് പറയാം. ഇനി മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി, യഥാർത്ഥത്തിൽ മ്യാൻമാറിൽ രോഹിംഗ്യകൾക്ക് നേരിട്ട ആക്രമണമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഒരുപക്ഷെ ബുദ്ധന്റെ ഏറ്റവും വലിയ പെയിന്റിംഗ് ഉള്ളത്, 24 ഫീറ്റ് ഉള്ള പെയിന്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വേടൻ മുമ്പോട്ട് വെക്കുന്നത് ഒരു ഇസ്ലാമിക് ദളിത് ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗം, അതിനെ ഇടതുപക്ഷം സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? അതിനെ എതിർക്കാനായി, അതായത് വേടൻ എന്ന ജാതി സ്വത്വത്തെ ഉപയോഗിച്ച് ഹിന്ദു വിഭാഗത്തിൽ വിഭജനം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്നവർ, വലതുപക്ഷം എന്ന് പൊതുവെ വിളിക്കുന്നവർ, ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്നവർ വേടനെ ഡീലെജിറ്റിമൈസ് ചെയ്യാനും മോശമാക്കാനും അല്ലെങ്കിൽ വേടൻ പോരാ എന്ന് പറയാനും വേണ്ടി ശ്രമിക്കുന്നു. ഇതാണല്ലോ അതിന്റെ ഇൻ ഇഫക്റ്റ് ഉള്ളത്. ഈ പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാറാണ്. അതുകൊണ്ട് വേടന് നിലവാരമില്ല, വേടന് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബഷീർ സാർ, ഒരു പരാതിയിൽ വേടൻ കഞ്ചാവ് അടിക്കുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹം മാതൃകയല്ല വിദ്യാർത്ഥികൾക്ക്, അതുകൊണ്ട് പരാതി. എനിക്ക് തോന്നുന്നു അത് സീരിയസ് ആയ ഒരാൾ ഒരു തർക്കമായിട്ട് പറയില്ല. എനിക്ക് തോന്നുന്നില്ല ശ്രീ അനുരാഗ് സാർ പോലും അത് റേസ് ചെയ്യുന്നുണ്ട്. അതൊരു സീരിയസ് തർക്കമല്ല. വേടനെ ഡീമോണൈസ് ചെയ്യാനും ഡീലെജിറ്റിമൈസ് ചെയ്യാനും അങ്ങനെ ഒരു തർക്കം റേസ് ചെയ്തിരുന്നുവല്ലോ, താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, അത് പരാതിയിൽ ഉൾപ്പെടുത്തിയതല്ലേ? ഉണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു പകുതി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇത് ഒരു നല്ല റോൾ മോഡൽ അല്ല എന്ന് സ്വയം പറയുന്ന, മാധ്യമങ്ങളുടെ അടുത്ത് ആവർത്തിച്ചു വന്ന് പറയുന്ന ഒരു വ്യക്തി, ഇതുപോലെ തന്നെ 3 കേസുകളിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോഴും കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരാൾ. അത് മീറ്റു കേസിലാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് വേറെ ചില പരാതികളൊക്കെ വന്ന ഒരു വ്യക്തി. ആ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഈ വരികളിൽ ഇപ്പൊ ഇവിടെ ശ്രീജിത് പണിക്കരും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറും രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, ആവർത്തിച്ചതുപോലെ തന്നെയുള്ള ഈ വരികൾ, ഈ വിവാദമായ വരികൾ, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്കിൾ ജാക്സനെയും ഹിരൺദാസ് മുരളിയെയും താരതമ്യം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ സംഗീതത്തിന്റെ പ്രശ്നവും ഞാൻ പല ഫോറങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് മലയാളം പഠിപ്പിക്കാനുള്ളത് മലയാളം MA അല്ലെങ്കിൽ മലയാളം PhD കഴിഞ്ഞ അധ്യാപകരാണ്. അവർക്ക് എത്രത്തോളം സംഗീതം പഠിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ മലയാളം ബിരുദം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സംഗീതം താരതമ്യം ചെയ്യാൻ പറ്റും എന്ന ഈ വിഷയവും ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു വിഷയം മാത്രമാണ് എടുത്തിരിക്കുന്നത്, ആ വിഷയം മാത്രമാണ്. രാഹുൽ അല്ല, അനുരാഗ് സാർ, അതിൽ എനിക്ക് ഒരു ഡൗട്ട് വളരെ ജെന്യുവിനായി തോന്നിയത് ഈ ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻസും ഫാക്ച്വൽ ഇനാക്വറസി എന്ന് പറയുന്നത്. ഫാക്ച്വൽ ഇനാക്വറസി എന്ന് പറഞ്ഞാൽ ഇപ്പം ബുദ്ധന്റെ മെൻഷൻ ആണോ എന്ന് എനിക്കറിയില്ല. എന്താണ് അതിലെ ഫാക്ച്വൽ ഇനാക്വറസി എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിലെ ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ല. വേടന്റെ ഐഡിയോളജി കൃത്യമാണ്. അത് ശരിയാകാൻ തെറ്റാകാൻ നമുക്ക് യോജിപ്പുള്ളതാകാം, വിയോജിപ്പുള്ളതാകാം. മുസ്ലിം ദളിത് സ്വത്വ രാഷ്ട്രീയം, ഈ ജയ് ഭീം ജയ് മീം എന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ പറയുന്നത് പോലെ, ഒരുപക്ഷെ വേടനെ മോശമാക്കി പറയില്ല, പണ്ട് ഹാജി മസ്താനൊക്കെ ഉയർത്തിയ ഒരു ദളിത് മുസ്ലിം ഐക്യം എന്നൊരു ആംഗിൾ ഉണ്ട്.
ഈ ആംഗിളാണ് മുമ്പോട്ട് വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഒരർത്ഥത്തിൽ അവസരവാദപരമായി അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വത്വ രാഷ്ട്രീയം മാത്രമായി പോകണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കണം, അത് മതേതരത്വത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞവരെ കൂട്ടാൻ നോക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് അവർ ഈ ചൈനാനിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൻ അതുവരെ വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം ആണെന്ന് വാദിക്കാം. പക്ഷേ ഇത്തരത്തിൽ വ്യത്യസ്തമായ കലകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ രചനകളും കുട്ടികൾ ഡിബേറ്റ് ചെയ്ത് പഠിക്കുന്നതല്ലേ നമ്മുടെ അക്കാഡമിക് കൾച്ചറിന് ചേർന്നത്. ഇതിലെ ഈ ഫാക്ച്വൽ ഇനാക്യുറസി എന്താണ്, ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ എന്താണ്, അങ്ങനെ അദ്ദേഹം എഴുതിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഗവർണർ അദ്ദേഹം RSSന്റെ ഭാഗമാണ്, ഇതിൽ യാതൊരു തെറ്റുമില്ല, അദ്ദേഹം RSSന്റെ ഭാഗമാണ്, ഹിന്ദു റൈറ്റ് വിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ തങ്ങളുടെ ഐഡിയോളജിക്ക് ഘടകവിരുദ്ധമായി നിൽക്കുകയും ഒരു ഹിന്ദു വിരുദ്ധ ജാതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന വേടന്റെ രചന സ്വീകരിക്കേണ്ട എന്നുള്ള ചിന്തയിലായിരിക്കണം ആ ഭാഗത്ത് നിന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നത്. ബഷീർ സാർ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്രെഡിബിലിറ്റി വരും, കാര്യം അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. നേരെ തിരിച്ച് ഇടതുപക്ഷക്കാർ ഒരു കാരണവശാലും അത് ഡ്രോപ്പ് ചെയ്യില്ല എന്ന് പറയുന്നതിന്റെ റീസൺ തങ്ങൾ മുമ്പോട്ട് വെക്കുന്ന സ്വത്വ രാഷ്ട്രീയം, ലെഫ്റ്റ് മുമ്പോട്ട് വെക്കുന്ന പിന്നോക്ക മുസ്ലിം ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായത് വരുന്നു. അപ്പൊ ഇതൊരു ജെനുവിൻ ഡിബേറ്റ് ആകണ്ടേ നമ്മുടെ സമൂഹത്തിൽ? അതിനെ ബ്രഷിംഗ് അണ്ടർ ദ കാർപ്പറ്റ് ആണോ, ജെനുവിൻലി ഡിബേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണോ? അല്ല, ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, അത് മൂടി വെക്കുകയല്ല. പക്ഷെ താങ്കൾ ആത്യന്തികമായി ഇത് പഠിപ്പിക്കണം എന്ന നിലപാടാണ് എടുക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡിബേറ്റ് വരും. ഇപ്പം മൈക്കൽ ജാക്സൺ ആരാണ്? കറുത്ത വംശജനാണ്, പിന്നീട് അദ്ദേഹത്തിന്റെ നിറം മാറി വെളുത്ത വംശജനായെന്ന് നമുക്കറിയാം. മൈക്കൽ ജാക്സൺ ഇതേപോലൊരു പ്രതിഷേധ സ്വരത്തിലാണ് ഓൾ ഐ വോണ്ട് ടു സേ ഈസ് ദാറ്റ് ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us. അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ഒരു സോങ് ആണ്. നേരത്തെ ശ്രീജിത് ഭായ് അടക്കം പറഞ്ഞ പോലെ വിമർശനാത്മകമായി അതിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ 4.5 ലക്ഷത്തോളം കാശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും മറ്റും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി അതിനെ നടത്തിക്കൂടെ? അത് നമ്മുടെ അക്കാഡമിക് കൾച്ചറിനെ മോർ വൈബ്രന്റ് ആക്കുകയല്ലേ ഉള്ളൂ. അല്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ആശയപരമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? അല്ല, അത് ആശയപരമായ തെറ്റല്ലല്ലോ. അത് വേടൻ ഉയർത്തുന്ന ഒരു ആശയം, അതായത് അതൊരു ഫാക്ച്വൽ ഇനാക്യുറസി ആണോ, അതൊരു ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ ആണോ? അതായത് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കാശ്മീരി പണ്ഡിറ്റിന്റെ വിഷയം അവിടെ വരണമെന്നും വേടൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിന്റെ കാര്യം ഉന്നയിച്ചില്ലെന്നും തീർച്ചയായിട്ടും ഒരു വിമർശനമായി പറയാം. പക്ഷേ ഇത് പഠിച്ചാലും പറഞ്ഞാലും അല്ലേ കുട്ടികൾക്ക് ഈ ഡിബേറ്റ്